വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു കലാകുടുംബമാണ് കേട്ടോ. ചാക്കോൽ മാഷുണ്ട്, തിയോ ഉണ്ട്, ശ്രീജ ടീച്ചറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നാടകം, സംഗീതം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും മാഷെ കണ്ടിട്ടുണ്ടായിരുന്നു. നാടകത്തിൻ്റെ വേദിയിലായിരുന്നു കൂടുതൽ സമയമല്ലേ, നാടകത്തെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിയോ കുറേ കലോത്സവത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, സ്വന്തമായി കമ്പോസ് ചെയ്ത പാട്ട് പാടി കലോത്സവത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ശ്രീജ ടീച്ചറാണെങ്കിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് കലോത്സവത്തിൽ എത്തിച്ചിട്ടുള്ള ടീച്ചറാണ്. ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കലാകുടുംബത്തിൻ്റെ വിശേഷങ്ങൾ, കലോത്സവ വിശേഷങ്ങളാണ് നമുക്ക് കേൾക്കാം. മാഷെ, എങ്ങനെയുണ്ട് തൃശ്ശൂരത്തെ ഈ ഒരു കലോത്സവം? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതിൻ്റെ രണ്ടാം പൂരം പോലെ തന്നെയാണത് ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇനിയും ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കൂടെ വീണ്ടും നിറഞ്ഞു കവിയും. ഇപ്പൊ തന്നെ തൃശ്ശൂർ മൊത്തം ഉണ്ടല്ലോ. ഓരോ ദിവസവും വർക്കിംഗ് ഡേ ആയിട്ട് പോലും 5 മണി കഴിഞ്ഞാൽ 12 മണി വരെ ഇവിടെ ജനപ്രളയം എന്ന് പറയാം. ജനങ്ങളുടെ സുനാമി പ്രളയമാണ്. അപ്പോൾ ഈ തേക്കിൻകാടൊന്നും അടുക്കാൻ പറ്റില്ല. എല്ലാ വേദികളിലും ഭയങ്കര ജനസമുദ്രമാണ്. നാടകത്തിന്റെ അവിടെയും 10,000-3000 പേരാണ് ഇരുന്ന് കാണുന്നത്. ഒരുപാട് സദസ്സിൽ ഒരുപാട് സീറ്റ് ഉണ്ടെങ്കിലും അത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. എല്ലാ വേദിയും സ്കിറ്റ്, മൈമ്, ഡാൻസ്, തിരുവാതിര, മ്യൂസിക്കിന്റെ വേദികൾ മിക്കവാറും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ജനങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു കലാ സംസ്കാരത്തിൻ്റെ ഒരു സെക്യുലർ ഇടമെന്ന് പറയുന്നത് ഇതിനകത്ത് വേറെ ജാതി മതത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ഒരുമിച്ചിരുന്ന് എല്ലാം കേരളത്തിൻ്റെ പൾസ്, കലാ സാംസ്കാരികമായിട്ടുള്ള പൾസ് എന്താണ്, മ്യൂസിക് എന്താണ്, ആക്ടിങ് എന്താണെന്നുള്ളത് 14 ജില്ലയിലെ മനുഷ്യരും അത് നേരിട്ട് വന്നവരും അപ്പീലുകാരും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ്റെ സ്ഥലമാണത്. നമ്മൾ ഇറ്റ്ഫോക്കിലൊക്കെ വരുന്ന പോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ വരുന്ന പോലെ ഇൻട്രാക്ഷനാണ്. ആ ഇൻട്രാക്ഷന് കേരളത്തിൻ്റെ ഈ കലോത്സവം ഏഷ്യയിലെ മികച്ച കലോത്സവമായി മാറുന്നത് ആ ഒരു സൗഹൃദപരമായ സ്നേഹത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലും ചേർത്ത് പിടിക്കലും കൊണ്ടാണ്. വേറെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം അല്ലേ നാടകങ്ങളും പരിപാടികളൊക്കെ ഉള്ള ഇതില്ലാതെ. നാടകങ്ങൾ ഞാൻ 77 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 75 മുതൽ എന്ന് പറയാം ശരിക്കും. എൻ്റെ പ്രീ ഡിഗ്രി മുതൽ എല്ലാ കലോത്സവങ്ങളുടെയും മികച്ച സംസ്ഥാന നാടകങ്ങളും മുഴുവൻ എൻ്റെ മെമ്മറിയിൽ വരുന്ന ഒരാളാണ്. അതിൻ്റെ രംഗഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ, അത് നോർമൽ രംഗഭാഷയിൽ നിന്ന് ഹൈടെക് രംഗഭാഷയായത് എങ്ങനെയാണ്, സബ്ജക്റ്റ് ഈ സമകാലികമല്ലാത്ത സബ്ജക്റ്റ് പണ്ടൊക്കെ എടുത്താൽ പൊന്താത്ത വലിയ വലിയ കഥാപാത്രങ്ങളാണ്. സോക്രട്ടീസൊക്കെയാണ് ഹൈസ്കൂൾ പിള്ളേർ അഭിനയിക്കുക. അതിൽ നിന്ന് വിട്ട് പിന്നീട് സ്കൂൾ ഓഫ് ഡ്രാമയും ശങ്കരപ്പിള്ള സാറൊക്കെ ആയിട്ടുള്ള സംവാദങ്ങളിലൂടെ എങ്ങനെയാണ് കുട്ടികളുടെ നാടകവേദി, കുട്ടികളുടെ സൈക്കോളജി, 15 വയസ്സുള്ള കുട്ടികൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ബിഹേവ് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, അവരെ കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെ രചന ഉണ്ടാവുന്നു, വലിയ പരിണാമമാണ് പിന്നീട് സംഭവിച്ചത്. അല്ലെങ്കിൽ എടുത്താൽ പൊന്താത്ത മോഡേൺ നാടകങ്ങളൊക്കെയാണ് പണ്ട് വന്നിരുന്നത്. ഈ കാലൻ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനാണ് കാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറി. കൃത്യമായിട്ട് പിള്ളേര് അവരുടെ സ്ലാങ്, അതും ആലപ്പുഴ സ്ലാങ്, തിരുവനന്തപുരം സ്ലാങ്. അപ്പോൾ നമുക്ക് വളരെ ലളിതവും സുന്ദരവുമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ, അത് വീടിൻ്റെ അകത്തായിരിക്കാം, പുറത്തായിരിക്കാം, ചന്തയായിരിക്കാം, യാത്രയായിരിക്കാം. അപ്പൊ എന്തെല്ലാം വൈവിധ്യമാർന്ന രചനകളാണ് പിന്നീട് വന്നത്. മാഷ് ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്രയും വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഈ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്റർസോൺ കലോത്സവങ്ങളൊക്കെ അപ്ഡേറ്റ് ആണ്. ഞാൻ ഈ 2 ദിവസം മുഴുവൻ സമയം നിന്ന് കണ്ടു. 18ഓളം നാടകങ്ങൾ കണ്ടു. അതിഗംഭീരമായ അഭിനയം കാഴ്ചവെക്കുന്ന ലോക സിനിമയുടെ അകത്ത് കയറി പറ്റാവുന്ന അത്രയും പ്രതിഭകളാണ് ഇതിനകത്തുള്ളത്. എന്തുകൊണ്ടും നമ്മുടെ ജീവിത സാഹചര്യത്തിനകത്ത് 20 വയസ്സ് കഴിഞ്ഞാൽ പലരും പിൻവാങ്ങുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രാമത്തിലെ നാടകവേദി ഉണർന്നിരിക്കുക, കുട്ടികളുടെ തിയേറ്റർ ഉണർന്നിരിക്കുക. അപ്പൊ ഇവർക്കെല്ലാം അവിടെ സ്പേസ് ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും കഴിവുള്ളവർക്കൊക്കെ അവസരം ഉണ്ടാക്കാൻ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു 18 നാടകത്തിൽ ഒരു 12ഓളം മികച്ച സംവിധായകരുണ്ട്, ഒരു സംശയമില്ല. അതിന്റെ ഡിസൈനൊക്കെ അങ്ങനെയാണ്, വളരെ മീനിങ് ഫുൾ ആയിട്ടും. ചിലവർക്ക് മാത്രമാണ് ഈ സ്പേസ് പകുതി അടച്ച് കയറ്റങ്ങൾ ഇറക്കങ്ങളാക്കി മാറ്റുന്ന രീതി. പക്ഷേ ബാക്ക് സ്പേസ് അടക്കം ഉപയോഗിക്കണം. പിള്ളേർ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുന്ന പോലെ ഓടിക്കളിക്കുകയും അതിൻ്റെ അകത്ത് കളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നു. അതാണ് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ പ്രത്യേകത. കളിച്ച് കാര്യം പറയാം. കാരണം കളിച്ച് നമ്മൾ ഐസ്ക്രീം നുണയുമ്പോൾ എവിടെയോ ഒരു വെടിശബ്ദം മുഴങ്ങുന്ന ഒരു ലോകമാണ്, ഒരു അനാഥത്വമുണ്ട് എന്നുള്ളത് എവിടെയെങ്കിലും ഒരു പെയിൻ കൊടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കണം എന്നുള്ളിടത്ത് വീണ്ടും ആഘോഷിച്ചുകൊണ്ട് വേണം പ്ലേ ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു പതനം വേണം. ഇവിടെ 5 കാലങ്ങളിൽ ഒരേ കാലം കഴിയുമ്പോൾ കൊട്ടിലുണ്ടല്ലോ ഒരു അതേപോലെ നാടകത്തിൻ്റെ ഗാത്രങ്ങളിൽ അത് വരണം. ആ ഒരു സൈലൻസ് ചിലർ നന്നായി ചെയ്തിട്ടുണ്ട്, ചിലർ മൊത്തം ബഹളമായിട്ട് പോയിട്ടുണ്ട്.
കുട്ടികളുടെ കുഴപ്പമല്ല എന്ന് ഞാൻ എന്നാൾ പറഞ്ഞു. അത് ഡിസൈൻ അതെന്തായാലും വളരെ രസകരമായിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ശരിക്കും ഒരു വലിയ കാര്യം. സിനിമാ പാട്ടുകൾ അതിപ്രസരം പല സിനിമ നാടകങ്ങളുണ്ട്. അത് നല്ലതല്ല. കുട്ടികൾ ക്രിയേറ്റ് ചെയ്യണം, ലൈവായിട്ട് അവര് ഇൻസ്ട്രുമെന്റ് വെച്ച് വായിക്കണം. ആ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നില്ല. യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് സിനിമാ പാട്ട് കയറ്റി മിക്സ് ചെയ്യുന്ന രീതി വരരുത്. ആ പ്ലേ തന്നെ യൂട്യൂബിൽ അവർ കയറ്റി കോപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചറിലേക്ക് വരികയാണെങ്കിൽ, ശ്രീജ ടീച്ചർ പാട്ടാണ് മേഖല, ഇവിടെ നാടകമാണെങ്കിൽ അവിടെ സംഗീതമാണ്. അപ്പോൾ സംഗീതപരമായിട്ട് കലോത്സവം എങ്ങനെയുണ്ട്? നമസ്കാരം. തൃശ്ശൂർ നടക്കുന്ന ഈ 64ാമത് കേരള സ്കൂൾ കലോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം നൊസ്റ്റാൾജിക്കാണ്. കാരണം എൻ്റെ സ്കൂൾ ഡേയ്സിലെ അവസാനത്തെ സ്റ്റേറ്റ് സ്കൂൾ തൃശ്ശൂരിൽ ഇവിടെ വെച്ചിട്ടായിരുന്നു 86-ൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ കലോത്സവം കുറച്ച് സ്പെഷ്യലാണ് അല്ലേ? സ്പെഷ്യലാണ്, കുറച്ച് നൊസ്റ്റാൾജിക്കാണ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ പാടിയിരുന്ന വേദിയൊക്കെ ഇങ്ങനെ വന്നിരുന്നു. ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ അതുപോലെ മത്സരത്തിൽ പങ്കെടുക്കാറൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയും കലോത്സവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേർത്ത് നിർത്തുന്ന ഒരു വേദി തന്നെയായിരിക്കും. ഒരുവിധം കലോത്സവങ്ങളൊക്കെ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പാട്ട് മത്സരങ്ങളാണോ കാണാൻ പോയത്? ഏത് മത്സരങ്ങളിൽ കണ്ടിട്ടാ വരണേ? പാട്ടിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാടകത്തിന്റെ വേദിയിലും വന്നിട്ടാണല്ലേ. ഓക്കെ, ഇനി തിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ, തിയോ നാടകം ഉണ്ടെങ്കിലും ടീച്ചറും പങ്കെടുത്തിട്ടുള്ള ആളാണ്, പരിശീലിപ്പിച്ച ആളാണ്. തിയോയിലേക്ക് വരികയാണെങ്കിൽ, തിയോ അമ്മയുടെ വഴി സ്വീകരിച്ച് സംഗീതത്തിലേക്ക് പോയ ആളാണ് അല്ലേ? അപ്പോൾ തിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ് കലോത്സവത്തിൽ പാടിയത്. ശരിക്കും എനിക്ക് അതിശയം തോന്നി കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലേ? അതെങ്ങനെയാണ് അങ്ങനെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ വന്നത് എങ്ങനെയാ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഒരു എൻ്റെ അമ്മേൻ്റെ കോളേജ് ടീച്ചറിൻ്റെ ഒരു ടീച്ചർ ബുക്ക് തന്നാണ് നാടൻ പാട്ടുകൾ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഒന്നാനാം കൊന്നിന്മേൽ അങ്ങനെ 2 വരികളായിട്ട് ഞാൻ കമ്പോസ് ചെയ്തു. വെറുതെ അങ്ങനെ കമ്പോസ് ചെയ്ത് നോക്കി. അപ്പൊ അതിൽ നിന്നാണ് കമ്പോസിങ് എനിക്ക് തുടങ്ങിയത്. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോ അങ്ങനെ ആണല്ലേ? അപ്പൊ അങ്ങനെ ഏത് പാട്ടുകളൊക്കെ, എന്തൊക്കെ ഐറ്റംസ് അങ്ങനെ കമ്പോസ് ചെയ്തത്? ഒന്ന് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ താഴെയുള്ള ഒരു ചേച്ചീൻ്റെ ഒരു വരികൾ എടുത്തിട്ടാണ് ചെയ്തത്. സന്ധ്യമേഘനേരം വേണ്ട, അതിപ്പോൾ പ്രകാശനം ചെയ്തു. മണികണ്ഠായപ്പ ഇവരൊക്കെയാണ് പ്രകാശനം ചെയ്തത്. മാളവിക അനിൽകുമാർ. അതിന്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരോ? ഓക്കെ, ആദ്യം ഹമ്മിങ്ങിലൂടെ തുടങ്ങും. യദുചേട്ടനാണ് പാടിയത്. ശരിക്കും നമ്മുടെ തൃശ്ശൂർക്കാരുടെ സോങ് ആണ് മൊത്തത്തില്. കപ്പിലാണ് ചെയ്തിട്ടുള്ളത്. സന്ധ്യമയങ്ങിയ നേരം വാനിൽ താരകൾ പൂത്തോരോ നേരം കാറ്റിൻ്റെ മർമ്മരം കേൾക്കവേ ഞാനെന്നും ഓർത്തു പോകുന്നു വെൺതോഴി നിന്നെ. ആഹാ, അടിപൊളി. 23ഓളം ആൽബം ചെയ്തിട്ടുണ്ട് തിയോ. 23 ആൽബം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സംഗീത സംവിധായകരും ഗായകരുമായിട്ടുള്ള അന്തരിച്ച നമ്മുടെ ഭാവഗായകൻ പി ജയേന്ദ്രനെ വെച്ച് തിയോ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, വിഷുക്കിളി. 2022 അന്ന് ആ കൊല്ലം തന്നെ ഈസ്റ്റർ പാട്ട് MG ശ്രീകുമാറാണ് പാടിയിട്ടുള്ളത്, കാതങ്ങളായി എന്ന് പറഞ്ഞ്. പിന്നെ വേറൊരു പാട്ട് പാടിയിട്ടുള്ളത് മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുന്ന നമ്മുടെ സംഗീത സംവിധായകൻ കലോത്സവത്തിന്റെ മ്യൂസിക് ചെയ്തതാണ്. അത് ഇതിനു വേണ്ടി പാടിയിട്ടുണ്ട്.
മാളവിക അനിൽകുമാർ പാടിയിട്ടുണ്ട്, ശ്രീലക്ഷ്മി കനിൽ, യദുവസ് മാരാര്, അങ്ങനെ എല്ലാ സെലിബ്രിറ്റീസിനെയും വെച്ച് പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ് തിയോ. അവർ പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഊർജം ആ ഒരു അമ്മ 2-3 അങ്ങോട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും കലാപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതിന്റെ ഊർജ്ജം കിട്ടിയത് കലോത്സവ വേദികളിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ കലോത്സവം നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ അത് ആസ്വദിക്കാനായിട്ട് എത്തിയതാണ് തിയോയും പാരൻസും എല്ലാവരും കലാകാരായതുകൊണ്ട് പല വേദികളിലെ പല വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.